ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയത് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. നാളെ നമ്മളെ ഓഫ്ലൈൻ ക്ലാസ് അവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചാണ് ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇറങ്ങി ഇനിയിപ്പോൾ രാത്രി കോഴിക്കോട് എത്തിച്ചേരും. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. എൻ്റെ വിശേഷം ഇതാണ്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് 3 എക്സ്പയറി ഒരുമിച്ചുണ്ടായ ദിവസമാണ്. നമുക്കിനി 2-3 ദിവസത്തെ മാർക്കറ്റ് അവധി ദിവസം വരികയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും തിങ്കളാഴ്ച ദിവസം അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എക്സ്പയറി ഉണ്ടായിരുന്ന ബാങ്ക് എക്സ്, മിഡ് ക്യാപ്പ്, നിഫ്റ്റി തുടങ്ങിയ എക്സ്പയറീസ് ഇന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഓൾറെഡി സെൻസെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 3 എക്സ്പയറി ഒരേ ദിവസം വന്നു. മാർക്കറ്റ് വോളറ്റിലായിരുന്നു. എന്നാൽ അത്ര വലിയ ഒരു ഡ്രമാറ്റിക് മൂവ്മെൻറ്റ് രണ്ട് ഭാഗത്തേക്കും ഇന്ന് കണ്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ആ ഒരു ബോക്സ് കാണാം. 150-140 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ചിൽ നിഫ്റ്റി നിന്നു. അതിൻ്റെ ഇടയിൽ നിഫ്റ്റി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, 2 തവണ ഹൈ ക്രിയേറ്റ് ചെയ്തു, 2 തവണ ലോ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു റേഞ്ചിനുള്ളിൽ നിഫ്റ്റി വോളറ്റിലായിരുന്നു. നിഫ്റ്റി മാത്രമല്ല, മറ്റുള്ള സെക്ടേഴ്സ് എല്ലാം തന്നെ വോളറ്റിലായിരുന്നു. ഇത് ഫിനാൻഷ്യൽ നിഫ്റ്റി ഇന്ന് സ്ലൈറ്റ്ലി ബെയറിഷ് ആയിട്ടാണ് ട്രേഡ് നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ വിക്സ് ഒരു 14+ വിക്സ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയംസ് എല്ലാം തന്നെ കിട്ടി. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ നിന്ന് 94 പോയിൻറ്റ്, സെൻസെക്സ് 241 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 348 പോയിൻറ്റ്. ബാങ്ക് നിഫ്റ്റി 348 പോയിൻറ്റിൻ്റെ ഒരു ഡിക്ലൈനും നിഫ്റ്റിയും സെൻസെക്സും 94, 241 പോയിൻറ്റിൻ്റെ ഒരു റാലിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് IT കമ്പനിയാണ്. IT കമ്പനിയായിട്ടുള്ള വിപ്രോ ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് വിപ്രോയുടെ തന്നെ സമീപ കാലത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. 28 പോയിൻ്റാണ് വിപ്രോ ഒരു സിംഗിൾ ഡേ കൊണ്ട് ഉയർന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ 6.6%. അപ്പോൾ വിപ്രോടൊപ്പം തന്നെ IT കമ്പനിയായിട്ടുള്ള HCL ടെക്, ഹിൻഡൽകോ, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹാരിയറിനും കൂടാതെ തന്നെ അവരുടെ സഫാരിക്കും NACA അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ മോട്ടോഴ്സ് 2.5%, ഹീറോ മോട്ടോ കോർപ്പ് 2% റാലി രേഖപ്പെടുത്തി. ഫോളായ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാസിം, SBI, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസ് ഇന്ന് ബാങ്കിങ് സെക്ടറിൽ ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റി ഇന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സ് 242 പോയിൻറ്റ്, PSU, ഗെയിൽ, നാൽക്കോ, സെയിൽ തുടങ്ങിയ കമ്പനീസ് ടോപ്പ് ഗെയിനേഴ്സ് ആയിരുന്നു. IT കമ്പനീസിൻ്റെ കാര്യം നമ്മൾ കണ്ടു. വിപ്രോയും ടെക്കമ്മും കൂടാതെ തന്നെ ഈ ഒരു IT കമ്പനീസിൽ നിന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പോളിക്യാബ് 5% ഒരു ഫോൾ ഉണ്ടായി. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ ഓഫീസിൽ സെർച്ച് നടത്തി എന്നുള്ള ഒരു കാരണം കൊണ്ട് പോളിക്യാബ് ഇന്ന് 5% ഫോൾ ഉണ്ടായി. പുതിയ മൂവി റിലീസ് ആളുകളുടെ എക്സ്പെക്റ്റേഷന് ഒത്ത് ഉയർന്നില്ല എന്നുള്ള കാരണം കൊണ്ട് PVR ഇന്ന് സ്ലൈറ്റ്ലി ബീറിഷ് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ 2:1 എന്ന റേഞ്ചിലാണ് ഉള്ളത്. ഈ 3 ദിവസം അവധി മാർക്കറ്റ് മാത്രമല്ല, അവധി ദിവസങ്ങൾ എൻജോയ് ചെയ്യുക, ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് വിഷസ് നേരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഴ്ച ആക്ച്വലി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഫീവർ ആയതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ആഴ്ച നമ്മൾ ക്ലാസ് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കോഴിക്കോടും കൊച്ചിയിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്റ്റിൽ ബുക്ക് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ എൻക്വയറി അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.